നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വീറും വാശിയും നിറഞ്ഞ പ്രചാരണത്തിന് ശേഷം കേരളം ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിൽ എത്തുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിധിയെഴുത്ത് ഭരണകക്ഷിയായ LDF-നും പ്രതിപക്ഷമായ UDF-നും കേന്ദ്രം ഭരിക്കുന്ന NDA-ക്കും നിർണായകമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 19 സീറ്റുകൾ സമ്മാനിക്കുകയും LDF-നെ ഒന്നിലൊതുക്കുകയും NDA നിരാശപ്പെടുത്തുകയും ചെയ്ത കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് അറിയാൻ വോട്ട് ചെയ്ത് കാത്തിരിക്കേണ്ടത് 38 ദിനങ്ങളാണ്. ഫലം പ്രഖ്യാപനം ജൂൺ 4-നാണ്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ നിന്നായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അതിൽ 25 പേർ സ്ത്രീകളാണ്. പുരുഷന്മാർ 169. കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ ഉള്ളത്. 14 പേരാണ് സ്ഥാനാർത്ഥികളായി അവിടെയുള്ളത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരാണ്, 5 പേർ. കോഴിക്കോട് 13, കൊല്ലത്തും കണ്ണൂരും 12 വീതം സ്ഥാനാർത്ഥികളുമുണ്ട്. സംസ്ഥാനത്ത് ആകെ വോട്ടർമാരുടെ എണ്ണം 2,77,49,159 പേരാണ്. അതിൽ 6,49,833 പേരും പുതിയ വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരിൽ 3,36,770 പേരുടെയും പുരുഷ വോട്ടർമാരിൽ 3,13,005 പേരുടെയും വർധനവുണ്ട്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 25,231 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ബൂത്തുകൾ 25,177, ഉപബൂത്തുകൾ 54. ഇവിടങ്ങളിൽ 30,238 ബാലറ്റ് യൂണിറ്റുകളും 30,238 കൺട്രോൾ യൂണിറ്റുകളും 32,698 വിവിപാറ്റ് യന്ത്രങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനമായ വെബ്കാസ്റ്റിംഗ് നടത്തും. ബാക്കി 6 ജില്ലകളിൽ 75% ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കുന്നതാണ്. ഈ ജില്ലകളിലെ മുഴുവൻ പ്രശ്നബാധിത ബൂത്തുകളും തത്സമയ നിരീക്ഷണത്തിൽ ആയിരിക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.